ഫൈനലി ഇതേ നമ്മളിന്ന് നാട്ടിൽ പോവാണ് കേട്ടോ. സംഗതി നമ്മൾ ഒരു മാസത്തേക്കാണ് പോണത്, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ അടുത്തേക്കാണ് പോണത്. എങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തോ ഭയങ്കര വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. പക്ഷേ ഇതേ ഞങ്ങൾ പോണതിൽ വളരെ സന്തോഷവാനായിട്ടുള്ള ഒരാൾ ഇതേ ഇവിടെയുണ്ട്. അങ്ങനെ എന്തായാലും നമ്മൾ എയർപോർട്ടിലെത്തി. ചെക്കിനും ബാക്കിയുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഗേറ്റിലെത്തി കേട്ടോ. ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഗേറ്റ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ആദ്യതേ പതിവ് പോലെ അവൻ്റെ കലാകായിക പ്രകടനങ്ങൾ എയർപോർട്ടിലും ഫ്ലൈറ്റിലും എല്ലാം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബാഗ് മുഴുവൻ അവന് കഴിക്കാനുള്ള സ്നാക്കാണെന്ന് കണ്ടതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ആ ഒരു മുഖത്ത് നമ്മൾ കാണുന്നത്. അതുമാത്രമല്ല അപ്പോഴേക്കും അവന് കളിക്കാൻ ഒരു കുഞ്ഞു കൂട്ടുകാരിനെ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും കൂടി വെറൈറ്റി സ്റ്റെപ്പൊക്കെ ഇട്ടോ അടിപൊളി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നമുക്ക് ബോർഡിങ്ങിനുള്ള സമയമായി കേട്ടോ. പണ്ട് ഈ വിൻഡോ സീറ്റ് എൻ്റെ ഒരു കുത്തകയായിരുന്നു, പക്ഷേ ആദ്യം വന്നതിന് ശേഷം എനിക്കിപ്പോൾ വിൻഡോ സീറ്റേ കിട്ടാറില്ല കേട്ടോ. എന്തായാലും ഞങ്ങളുടെ സീറ്റിലൊക്കെ ഇരുന്ന് അങ്ങനെ കംഫർട്ടബിളായി. ഞാൻ അധികവും യാത്ര ചെയ്തിട്ടുള്ള ഈ രാത്രിയിലുള്ള ഫ്ലൈറ്റിലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ രാത്രി ഇരുട്ടത്ത് ഈ ലൈറ്റൊക്കെ കണ്ട് നമ്മളൊന്ന് കണ്ണടയ്ക്കുമ്പോഴേക്കും പിന്നെ കണ്ണ് തുറക്കുമ്പോൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസും പിന്നെ അത് ഈ മേഘങ്ങളും ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ കണ്ണ് തുറക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രാൻസിഷൻസിൽ ഒന്നാണത് ഇത്. ആ രാത്രിയിൽ നിന്ന് പിന്നെ നമ്മളൊന്ന് ഉറങ്ങി കണ്ണ് തുറക്കുമ്പോൾ ഈ ഒരു ഭംഗിയുള്ള കാഴ്ചകൾ കാണുന്നത്. ആദ്യമൊക്കെ വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുമാത്രമല്ല അവനെ കുറച്ച് നേരം എൻ്റർടൈൻ ചെയ്യാനുള്ള സംഗതികൾ കുഞ്ഞു ബുക്സും ടോയ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ അഭ്യാസത്തിൻ്റെ ശേഷം ആദ്യക്കുട്ടൻ കിടന്ന് ഉറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ കൊച്ചി എത്തി. ഈ ഒരു കാഴ്ച കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര വലിയൊരു ഫീലാണ് കേട്ടോ. പിന്നെ നമ്മളവിടെ ഇറങ്ങി ലഗേജൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ പുറത്തോട്ട് പോയി. എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അമ്മമ്മയും കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഒരു സ്നേഹപ്രകടനത്തിന് ശേഷം വണ്ടിയിൽ കയറി നമ്മൾ നേരിന് വീട്ടിലോട്ട് പോകാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു മസാല ദോശ കഴിച്ചു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. രാത്രി നമ്മൾ ഫ്ലൈറ്റിൽ കയറിയതല്ലേ. അങ്ങനെ നേരിന് വീട്ടിലോട്ട്. ഈ പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിൻ്റെ വീട് ഈ പട്ടിക്കാട്ടിലാണോ എന്നൊക്കെ. അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു മെയിൻ റോഡിൻ്റെ സൈഡിലെങ്കിലും എൻ്റെ വീടായിക്കൂടി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് ഈ പാടത്തു കൂടെയൊക്കെ വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര വലിയൊരു ഫീലാണ് കേട്ടോ. എന്തായാലും വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി അമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പം ഇനി കുറച്ച് ദിവസം ഇനി നാട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.